ഹരീഷ ഇവിടെ വേണം. എന്താ അച്ഛാ? ഇതെന്ത് പത്രമാ? ഇന്ത്യൻ എക്സ്പ്രസ്. ഓഹോ, ഈ പത്രം ഇടാൻ പറഞ്ഞ നീയാണോ? ഞാനോ? ആ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ അച്ഛാ? ഇനി മുതൽ ഇവിടെ ഇംഗ്ലീഷ് പത്രം ഇട്ടാൽ മതി തീരുമാനിച്ചത് നീയാണോ? ഞാനോ? ഞാൻ എന്തിനാ അങ്ങനൊക്കെ പറയണേ? പിന്നെ ആര്? രാധികേ, എന്താ അച്ഛാ? എടീ, നീയാണോ? അയ്യോ, ഞാനാരോട് പറഞ്ഞിട്ടില്ല. ഇല്ലേ? ഇംഗ്ലീഷ് മീഡിയംകാരനോട് വാ. ഉണ്ണിയുടെ സ്കൂളിലെ മാഷുമാരാരെങ്കിലും വീട്ടിൽ മലയാളം പത്രം ഇട്ടാ തല മുട്ടയടിക്കുന്നു പറയുന്നുണ്ടോ? ഇല്ല. ഇല്ലേ? പിന്നെ ആര്? പിന്നെ ആരാ എന്നോട് ചതി ചെയ്തത്? ഇത്രയും കാലമായി മലയാളം പത്രം മാത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ റിട്ടയർ ആയി 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ഇംഗ്ലീഷ് പത്രം ഇട്ട് അവമാനിക്കാൻ ശ്രമിച്ച ആരാണെന്ന് എനിക്ക് അറിയണം. അങ്ങനെ എന്നെ ഒതുക്കാൻ ആരും ശ്രമിക്കണ്ട. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? ഞങ്ങൾക്ക് അച്ഛനെ ഒതുക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? പത്രക്കാരന് മാറിപ്പോയതായിരിക്കും. ആഹാ, അച്ഛാ, അച്ഛൻ അത്യാവശ്യം ഇംഗ്ലീഷ് വായിക്കാൻ അറിയാലോ, പിന്നെന്താ? അതെ, മലയാളം പത്രത്തിൽ കൂടെ തന്നെ വാർത്ത വായിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഉണ്ട്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ശീലമില്ല. വായിക്കാൻ പഠിച്ച കാലം മുതൽ ഞാൻ വായിക്കണം മലയാള പത്ര. ഇനി ആ ശീലോട്ട് മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല. മേന്നെ, ഇപ്പൊ എന്താ വേണ്ടേ? മലയാള പത്രം വേണം, അത്രയല്ലേ ഉള്ളൂ. ആ, ഗോപി, നീ പോയിട്ട് രണ്ടൊന്ന് മലയാള പത്രം വാങ്ങിക്കൊണ്ടു വാ. ദാ, പിടിച്ചോ. ആ കൂട്ടത്തില് ഒരു ബാലരമയും പൂമ്പാറ്റയും കൂടെ. അത് ആർക്കാ മുത്തച്ഛ? അത് മുത്തച്ഛന്റെ ഉണ്ണിക്കുട്ടൻ. താങ്ക് യു മുത്തച്ഛ. ഉമ്മ. തമ്പി വന്നില്ലേ സുരേന്ദ്ര? അങ്കിളോ? കമ്പനിന്ന് വന്ന് കുപ്പായോ മാറി പുറത്തേക്ക് പോയി. അപ്പൊ ബാറിലേക്കായിരിക്കും. പിന്നല്ല, ഇവിടെ പോരാ, അമ്പലത്തിൽ പോയി കുളിച്ചു വിടാനോ. നല്ല കോളായി. വീട്ടിലിരുന്ന് ബോറടിച്ചിട്ട് ഓടി വന്ന ഒരു ഇത്തിരി കിസ പറയാൻ. അപ്പോഴേക്കും അയാള് പോയി. ഈയിടെയായി അച്ഛൻ ഇച്ചിരി സ്മോൾ അടി കൂടുതലാ. വീട്ടിൽ മിണ്ടാനും പറയാനൊക്കെ ആരെങ്കിലും ഒക്കെ വേണ്ടേ? വൈ അങ്കിളെ ഈ വാഷി. ഇനിയെങ്കിലും നിനക്കൊരു പെണ്ണ് കെട്ടിക്കൂടെടാ? ആശയില്ലാഞ്ഞിട്ടല്ല, കെട്ടി ഇങ്ങോട്ട് വേണ്ടേ കൊണ്ടുവരാൻ. ഇങ്ങോട്ടുണ്ടെന്നാ തമ്പി അങ്ങ് വിഴുങ്ങും. വിഴുങ്ങിയാൽ എത്ര ഭേദമായിരുന്നു. ഒരു ജോലി കിട്ടുന്ന വരെ മകനെന്ന നിലയ്ക്ക് തന്നോട്ടിരുന്ന സ്റ്റൈപ്പൻഡ് ജോലി കിട്ടിയ അന്ന് എന്നെ കട്ട് ചെയ്തു. ഇനി പെണ്ണിനെയും കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന ഈ വീട്ടിൽ നിന്ന് എന്നെ കട്ട് ചെയ്യില്ലെന്ന് ആര് കണ്ടു? വെറും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നെഗറ്റീവായിട്ട് കഴിക്കാനായിരിക്കും എന്റെ വിധി അങ്ങളെ. അങ്ങനൊന്നുമില്ലടാ. ഒരു പെൺകുട്ടി ഈ വീട്ടിൽ വന്ന് കയറിയാ ഒക്കെ ശരിയാവും. ഒരു മുത്തശ്ശനും കൂടി ആവുമ്പോ തമ്പിയുടെ സകല മുൻചുണ്ടിയും തീരും. പേരക്കുട്ടികൾ മുഖത്ത് നോക്കി മുത്തശ്ശാന്ന് വിളിച്ച് മോണ കാട്ടിച്ചിരിക്കുമ്പോ ഏത് മൂർഖനടാ പത്തി താഴ്ത്താത്ത? ഇതങ്ങനെ പത്തി ആഴ്ച നേനോ ഒന്നും അങ്കിള് വേറെ വല്ല കാര്യം പറ. പെണ്ണും പെടക്കോഴി, ഇത് വിധിയാണ് വിധി. നീ ധൈര്യമായിട്ടിരിക്കും. നിനക്ക് പറ്റിയ ഒരാളെ ഞാൻ അന്വേഷിക്കാം. വീട്ടിൽ നിന്ന് ബോറടിക്കാതിരിക്കാൻ എനിക്കൊരു എൻഗേജ്മെന്റും ആവും. അങ്ങനാണെങ്കിൽ അങ്കിൾ അന്വേഷിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. എന്റെ ഫോക്കസിൽ ഒരുത്തി ക്ലിക്കായി കിടപ്പുണ്ട്. എന്റെ കൂടെ സ്റ്റുഡിയോ ജോലി ചെയ്യുന്ന കക്ഷിയാ. എടാ കള്ള, എങ്കിൽ പിന്നെ എന്തിനാ താമസിപ്പിക്കുന്നത്? നമുക്ക് നടത്തിക്കളയാം. നടത്തി തരാം. അച്ഛന്റെ മുഖത്ത് നോക്കി ആര് പറയും? ഞാൻ പറയാം. പറ്റില്ല എന്ന് പറഞ്ഞാലോ? ഞാൻ നടത്തി തരും. എന്റെ അങ്കിളെ, നിന്റെ കക്ഷിയുടെ പേരെന്താ പറഞ്ഞേ? അയ്യോ, പേര് ഞാൻ പറഞ്ഞില്ലേ. സ്വയം പ്രഭ. ഇനി സാക്ഷികൾ ഒപ്പിട. സ്വയം പ്രഭയ്ക്ക് ഇപ്പൊ സന്തോഷായില്ലേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് സ്വപ്നമൊന്നുമല്ലല്ലോ. അല്ല, കമ്പ്യൂട്ടറിൽ അടിച്ച കളർ പ്രിന്റ് പോലെ സത്യമാണ്. അപ്പൊ ഇറങ്ങാം. ആ, ഞങ്ങൾ ഇറങ്ങട്ടെ. ഹാപ്പി മാരിഡ് ലൈഫ്. താങ്ക് യു സർ. മോളിങ് വന്നേ. 3 വേന്ദ്രന്മാരുള്ള ഒരു വീട്ടിലേക്കാ നീ ഇന്ന് കേറാൻ പോന്നെ. മനസ്സിലായില്ല അല്ലേ? ഇവൻ സുരേന്ദ്രൻ പാവ, ഒരു കുടുംബമായിട്ട് ജീവിക്കണമെന്ന് ആശയമുള്ളവനാ. ഇതിന് ഇളയ ഒരുത്തനുണ്ട്, രാജേന്ദ്രൻ. വലിയ കുഴപ്പക്കാരനൊന്നുമല്ല, പക്ഷെ ചൂടൊരിത്തിരി കൂടുതലാ. ഇതിലൊക്കെ കൊടിമൂത്ത ഒരു വേന്ദ്രനാ നിന്റെ അമ്മായിയച്ഛൻ മഹേന്ദ്രൻ. ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളാ. അതുകൊണ്ട് മൊശടത്തരം ഇത്തിരി കൂടും, പക്ഷെ മനസ്സ് ശുദ്ധ. എല്ലാം സുരേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതൊരു സത്രമാ. നീ വേണം അതൊരു കുടുംബമാക്കി എടുക്കാൻ. ഞങ്ങൾ ഇപ്പൊ അകത്തോട്ട് കയറുന്നില്ല. മോളെ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. രണ്ടാളും കൂടി ഒരു ദിവസം വീട്ടിലേക്ക് വരണം. ക്ഷണിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ വരും. സദ്യ ഒന്നും തന്നില്ലെങ്കിലും മാമ്പഴ പുളിശ്ശേരികൾ ഉണ്ടാക്കി വെച്ചേക്കണേ. കൊതിയൻ. അപ്പൊ ഞങ്ങൾ പോട്ടെ. സ്വയം ആരതി ഒഴിയാനോ കുരവീട്ട് സ്വീകരിക്കാനോ ഇവിടെ ആരുമില്ലെന്ന് അറിയാമല്ലോ. അതാണ് ജുറാസിക് പാർക്കിന്റെ പ്രധാന പ്രവേശന കവാടം.
ഇവിടെ മുതൽ അങ്ങോട്ട് അപകട മേഖലയാണ്. ഏത് സമയത്തും ജുറാസിക് ചാടി വീഴാം. അതുകൊണ്ട് ബുദ്ധി ഒരു ശക്തിയാക്കുക, നാവ് നല്ല കത്തിയാക്കുക. പോകാമോ? പോകാം. വാ. സ്റ്റുഡിയോയിൽ എന്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടിയാ ഞാൻ കെട്ടി. ഈ കുട്ടി ഈ വീട്ടിൽ താമസിക്കാൻ പോവാ. പെട്ടിയും ചട്ടിയും തൂക്കിയെറിഞ്ഞ് പട്ടിയെ പോലെ ഞങ്ങൾ ആട്ടി പുറത്താക്കരുത്. കാലി വീഴും. അച്ഛാ, എന്റെ കാലം ആരും വീഴുന്ന എനിക്ക് ഇഷ്ടമല്ല. അച്ഛൻ, പേടിക്കല്ലേ. മക്കള്, മരുമക്കള്, അങ്ങനെയുള്ള സ്വന്തം ബന്ധങ്ങളൊന്നും എനിക്കില്ല. ഞാൻ അവരെ അനുഗ്രഹിക്കാറുമില്ല. പിന്നെ എന്നെ അച്ചാക്കിച്ചൊന്നും വിളിച്ചേക്കരുത്. അഥവാ എന്തെങ്കിലും വിളിക്കേണ്ടി വന്നാലോ? തമ്പി സാറെന്ന് വിളിച്ചാ മതി. നിക്കോ പോകോ ചാകോ എന്ത് വേണേ ചെയ്യാം. എന്നാ നമുക്ക് ചാവാം. അല്ല, അകത്തേക്ക് പോവാം. അവിടെ നിന്ന് എന്താ പേര്? എന്തായാലും മരുമോളുടെ പേരറിയാൻ ആഗ്രഹമില്ലാതിരിക്കില്ലല്ലോ അല്ലേ ചാ? അതെ. അല്ല, ആഗ്രഹം കൊണ്ട് ചോദിച്ചല്ല. പിന്നെ വല്ല പോലീസുകാരൻ തിരക്കി വരുവാണെങ്കിൽ ഒന്ന് വിളിക്കണ്ടേ? എന്റെ അതെ. പോലീസ് എന്നെ ആരും വിളിക്കണ്ട. ഏ? അഥവാ വിളിക്കണമെങ്കിൽ തന്നെ സ്വയം പ്രഭയെന്ന് വിളിക്കേ വേണ്ട. മോളെന്നോ മരുമോളെന്നോ വിളിക്കാമെങ്കിൽ മാത്രം വിളിച്ചാ മതി. അച്ഛൻ ചമ്മി വാ. കാപ്പി. ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്നിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയതാ. ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും തരേണ്ടത് എന്റെ കടമ. കുടിക്കുന്നതും കുടിക്കാതിരിക്കുന്നതും അവരവരുടെ മര്യാദ. One minute. എന്തിനാ ഇത്? ഒരു കാപ്പിക്ക് സാധാരണ 2 രൂപയാ കൊടുക്കാറ്. അത് കൊടുക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. വാങ്ങേണ്ടത് നിങ്ങളുടെ കടമയും. ഇതാ. അയ്യോ സാർ, ദയവേദി വീടൊരു ഹോട്ടലാക്കരുത്. ആരോരും ഇല്ലാത്തൊരു അനാഥയാണ് ഞാൻ. കുടുംബത്തിൽ ജീവിക്കാൻ കൊതിച്ചു വന്നതാ. സെന്റിമെന്റ്സ് വേണ്ട. ഒരുപാട് സെന്റിമെന്റ്സ് കണ്ടവനാ ഞാൻ. അച്ഛൻ, അമ്മ, ഭാര്യ, മക്കള് എല്ലാം വെറും അഭിനയമല്ലേ. അപ്പപ്പ കണക്ക് തീർത്തില്ലെങ്കിലേ അവകാശം പറയും. എനിക്ക് ആരുടെ ഔദാര്യം വേണ്ട. പണം മേടിക്കാവുന്നുണ്ടെങ്കിൽ മാത്രം വേലി കാപ്പി ചായ കൊണ്ടുവന്നാ മതി. One minute. അതെ, ഇനി മുതൽ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കണമെന്നില്ല. ഞാൻ ഇവിടെ ഉണ്ടാക്കാം. സമയമാകുമ്പോൾ ഡൈനിങ് ഹാളിലോട്ട് വന്നാൽ മതി. പിന്നെ സാധാ ഊണ് 5 രൂപ, സ്പെഷ്യൽ ഊണ് 10 രൂപ. റൂമിൽ കൊണ്ടുവന്ന് വിളമ്പി തരണമെങ്കിൽ 15 രൂപയാവും. അങ്ങനെ കഷ്ടപ്പെട്ട് കാട്ടുവള്ളി പറിച്ചെടുത്ത് വലിയൊരു വീടുണ്ടാക്കി. അല്ലെന്ന്, പിന്നെ കൊരങ്ങച്ചൻ. എന്നിട്ട് പറ. എന്നിട്ട് മതി, വാ വാ വാ. ഞാൻ മുത്തശ്ശന്റെയും മുത്തശ്ശേരിയും കൂടെ കടന്നോളാം. കുശാലായി. എന്നിട്ട് വേണം മുത്തശ്ശന്റെയും മുത്തശ്ശേരിയും പള്ളക്കിട്ട് ചവിട്ടാൻ. ഞാൻ ചവിട്ടില്ല. ചവിട്ടില്ല. അവൻ ഇവിടെ കിടന്നോട്ടെ ശ്യാമളെ. വേണ്ടമ്മേ, ഉറക്കില്ല രണ്ടാളെയും. ഞാൻ ഉറക്കും. അല്ലേ മുത്തശ്ശ? പിന്നെ ഉണ്ണി, പറഞ്ഞാലനുസരിക്കണം. മോൻചെല്ല്, നല്ല കുട്ടിയല്ലേ. ശരി. ഗുഡ് നൈറ്റ് മുത്തശ്ശ. ഗുഡ് നൈറ്റ്. അതൊക്കെ ഉമ്മ. ഗുഡ് നൈറ്റ് മുത്തശ്ശി. ഗുഡ് നൈറ്റ്. അപ്പൊ ബാക്കി കഥ നാളെ കേട്ടോ മുത്തശ്ശ. ഓ, ഉത്തരവേ. എന്തു നുണക്കഥയായിരുന്നു. മുത്തശ്ശനും കൊച്ചുമോനും കൂടി. ഒരങ്ങച്ചൻ വീടുണ്ടാക്കിയ കഥ. ഓ, കാടുവെട്ടി വീടുണ്ടാക്കിയിട്ടേ എന്റെ പൂപ്പ നാട്ടിലെന്തിന് ചാടി നടപ്പൂ നീ.
കുടിക്കേ. അയ്യോ, മുഴുവനും കുടിച്ചല്ലേ? സന്തോഷായില്ലേ? പിന്നെ സന്തോഷം കൊണ്ട് എന്റെ കണ്ണങ്ങ് നിറഞ്ഞു പോയി. എന്നാ ഈ ഗ്ലാസ് മുടങ്ങ് തിന്നു. അയ്യോ വേണ്ട, വായ മുറിയും. അയ്യോടാ, ഒരു തുള്ളി പോലും ബാക്കി വെക്കാതെ മുഴുവനും ഒന്ന് കുടിച്ചു. പകുതി എനിക്ക് അതൊന്നും അറിഞ്ഞൂടെ? അയ്യോ ഞാൻ മറന്നു കേട്ടോ. ഇതുവരെ ഒന്നും പങ്കിട്ട് ശീലമില്ലാത്തോണ്ടാ. സോറി. ഇന്നത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. നാളെ മുതൽ മറന്ന എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. പേടിച്ചോ? ഇല്ല, പേടിക്കുമായിരുന്നു. എന്തിനാ ഇങ്ങനെ വേറൊരാള് കുടിച്ച എന്റെ പാതി കുടിക്കണേ? വേറൊരു ഗ്ലാസ് എടുത്ത് അതിൽ കുറച്ച് പാലൊഴിച്ച് സ്വയം കുടിക്കാലോ. മേനോ നിങ്ങൾ പറഞ്ഞു കേട്ടില്ലേ? ഇന്നു മുതൽ നമ്മൾ രണ്ടല്ല, ഒന്നാ. ആണോ? സുരേന്ദ്രൻ പാതി, ഈ സ്വയംപ്രഭ പാതി. താൻ പാതി, ദൈവം പാതി. അങ്ങനെ തന്നെ. സുഖമായാലും ദുഃഖമായാലും പങ്കുവെക്കാൻ ഇന്നു മുതൽ സുരേട്ടൻ ഒരാളും കൂടിയുണ്ട്. ഈ സ്വയംപ്രഭ സുരേന്ദ്രൻ. എന്റെ സ്വയം സ്വയം